രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ ദേശീയ നേതൃത്വവും സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നതും ദേശീയ നേതൃത്വം ഗൗരവത്തോടെ കാണുന്നു. രാഹുൽ രാജിവെക്കുന്നതാണ് നല്ലതെന്ന് VD സതീശനും ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണോ ദേശീയ നേതൃത്വവും എത്തിച്ചേർന്നിരിക്കുന്നത്? രോഹിണി, തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒപ്പം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രധാന ചർച്ചാ വിഷയം രാഹുലിൻ്റെ രാജിയും അല്ലെങ്കിൽ ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായി വരും എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ MLA സ്ഥാനവും രാജിവെക്കട്ടെ എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുള്ളത്. അതിലുപരി നിരവധി പരാതികൾ, 9-ലധികം പരാതികൾ ഹൈക്കമാൻഡിന് മുൻപിൽ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുൻപിൽ രാഹുലുമായി ബന്ധപ്പെട്ട് ഇതിനോടകം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത നടപടി എന്ന നിർദ്ദേശമായിരുന്നു നേരത്തെ തന്നെ ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വെച്ചത്. നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കട്ടെ, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി മാറും എന്ന ധാരണയിലാണ് രാഹുൽ MLA സ്ഥാനം രാജിവെക്കട്ടെ എന്നൊരു ധാരണയിലേക്കും നിർദ്ദേശത്തിലേക്കും ഹൈക്കമാൻഡ് വന്നിട്ടുള്ളത്. പക്ഷേ അതൊരു തീരുമാനമായി ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലേക്ക് വെച്ചിട്ടില്ല. സംസ്ഥാന നേതൃത്വം കൂടിയാലോചന നടത്തി തീരുമാനിക്കണം എന്ന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് വെച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതാണ് MLA സ്ഥാനം രാജിവെക്കാൻ വൈകുന്നതിന് കാരണം എന്ന് മനസ്സിലാക്കുന്നു. രമേശ് ചെന്നിത്തലയും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് മുൻപിൽ തന്നെ രാഹുൽ MLA സ്ഥാനവും രാജിവെക്കട്ടെ എന്ന നിർദ്ദേശം എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് ഒരു കൃത്യമായ തീരുമാനം ഇതുവരെ കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ദേശീയ നേതൃത്വത്തിന് മുൻപിലേക്കും ഹൈക്കമാൻഡിന് മുൻപിലേക്കും പരാതിയായി എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർക്ക് 9-ലധികം പരാതികൾ രാഹുലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ സംസ്ഥാനത്ത് നിന്നുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തന്നെയാണ് രാഹുലിനെ അത്തരം പരാതികൾ ഒതുക്കിക്കൊണ്ട് സംരക്ഷിച്ചു നിന്നത്. ഇതിപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വോയിസ് റെക്കോർഡുകളും ചാറ്റുകളും ഒപ്പം രാഹുലിന്റെ അതിക്രമങ്ങൾക്കിരയായവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി തുറന്നു പറയുകയും അതൊരു വലിയ വിവാദമായി മാറിയതോടെയാണ് ആദ്യം കടുത്ത നടപടി എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുൻപോട്ട് വയ്ക്കുകയും അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ MLA സ്ഥാനവും രാജിവെക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ളത്. രോഹിണി, ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.